നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പലപ്പോഴും നടി മഞ്ജു വാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. നടി മഞ്ജു വാര്യർ അപകടത്തിലാണെന്നും അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്തിയ ആളാണ് സനൽകുമാർ. ചോല, എസ് ദുർഗ, കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം. കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഒരിക്കൽ മഞ്ജു വാര്യർ പോലീസിൽ പരാതിപ്പെടുകയും 2022 ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ വരെ നേടിയ ഒട്ടേറെ ചിത്രങ്ങൾ ഒരുക്കിയ അദ്ദേഹത്തിന്റെ കരിയർ പക്ഷേ ഇപ്പോൾ അത്ര നല്ല നിലയിലല്ല. വ്യക്തിജീവിതത്തിലെ ചില പ്രശ്നങ്ങളാണ് അതിന് കാരണമായി വിലയിരുത്തുന്നത്. ഇപ്പോഴിതാ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് സനൽകുമാർ ശശിധരൻ. പത്രസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സനൽകുമാർ ശശിധരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ 7 സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമയ്ക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. 5 കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 20 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് എൻ്റെ ലൈഫ് ശരിക്കും ബുദ്ധിമുട്ടിലാണ്. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളിൽ മനുഷ്യത്വമുള്ള പത്രപ്രവർത്തകർ ദയവായി ഹൃദയത്തിലേക്ക് എടുക്കണം. കാരണം എൻ്റെ ഈ വിഷയം ഒരു മനുഷ്യത്വ പ്രശ്നമാണ്, മാനുഷിക പ്രശ്നമാണ്. 2019 ഞാനൊരു സിനിമ ചെയ്തു, കയറ്റം എന്ന് പറഞ്ഞിട്ട്. ഒരു മഞ്ജു വാര്യർ ആയിരുന്നു അഭിനയിച്ചത്. കോ പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമ പുറത്തു വന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ അവരെ കാണാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു മഞ്ജു വാര്യർ സ്വന്തം കൺട്രോളിൽ അല്ല എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇത് ഞാൻ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ വേട്ടയാടപ്പെടുകയാണ്. ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എൻ്റെ വീടിന്റെ ലേലമായിരുന്നു. എൻ്റെ കരിയർ തകർന്നു. മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാഭിമാനം പോലും തകർക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 7 വർഷമായിട്ട് എൻ്റെ ലൈഫിനെ. എല്ലാം അതായത് ഇന്നത്തെ ഒരു കാര്യം, പത്രങ്ങൾ പോലും പത്രമാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇതിനെ ഇരുട്ടിലേക്ക് കൊണ്ടു തള്ളാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഞാൻ പ്രണയം പറഞ്ഞു, ശല്യം ചെയ്തു എന്നാണ്. 2022 ആ പരാതി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി. അവിടെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ ഈ പോയ സമയത്ത് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അവിടെ ഒരു തടവറയിലാണെന്നും അവരുടെ മകളുടെ ലൈഫ് വെച്ചിട്ട് വിലപേശുകയാണെന്നും അതുകൊണ്ടാണ് ഈ കേസിനെ പറ്റി അവർക്കൊന്നും അറിയില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ടേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. ഒരു പരാതിയും അന്വേഷിച്ചിട്ടില്ല. ഞാൻ 2022 തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ബോംബെ വിമാനത്താവളത്തിൽ വെച്ചിട്ട് എന്നെ തടഞ്ഞു നിർത്തി. എനിക്കെതിരെ ഒരു രേഖയും ഇല്ല. എന്നെ തടഞ്ഞു നിർത്തി. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. ഞാൻ പത്രക്കാരെ അറിയിച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ 2 തവണ എൻ്റെ ജീവൻ രക്ഷിച്ചു. അതിൽ നന്ദിയുണ്ട്. പത്രക്കാരെ അറിയിച്ചതുകൊണ്ട്, ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നെ അവിടെ നിന്ന് കേസിൽ അറസ്റ്റ് ചെയ്തു. ഇവിടെ കൊണ്ടുവന്നു. എന്നെ സ്വന്തം ജാമ്യത്തിന് വിട്ടയക്കുകയാണ് ചെയ്തത്. ആ കേസിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇതുവരെ എനിക്കെതിരെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഈ കേസ് അന്വേഷിക്കണം. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, ശിക്ഷിക്കണം. അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയുണ്ട്. എനിക്കെതിരെ ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത പരാതി കഴിഞ്ഞ സർക്കാരോ ഈ സർക്കാരോ ഒന്നും അന്വേഷിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആ പരാതി മുക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ വിഷയം ആരും സംസാരിക്കാതെ ഇല്ലാതായി പോകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നാളെ ഞാൻ മരിച്ചുപോയെങ്കിൽ ഈ ചോദ്യം ഇല്ലാതാകുമോ? അത് വേറെ ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പേടിയാണെന്നാണ് സനൽകുമാർ ശശിധരൻ പറഞ്ഞത്. മഞ്ജു അപകടത്തിലാണെന്നും അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വീണ്ടും ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടല്ലോ, അതിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് പുനരന്വേഷണം നടന്നപ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കുന്ന അന്നേ ദിവസം അർദ്ധരാത്രി അന്വേഷണ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റി. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തിലുള്ളത് എന്ന് വെച്ചാൽ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പ്രധാന പ്രതി എന്ന് പറയുന്നത് ദിലീപാണ്. 1-ാം പ്രതി അല്ല, അയാൾ 8-ാം പ്രതി ആണെങ്കിലും അതിന്റെ ഗൂഢാലോചന തുടങ്ങുന്നത് ദിലീപിൽ നിന്നാണ്. അയാൾ ഇത് മാത്രമല്ല, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ്. ഇവർക്കാണെങ്കിൽ ഇയാളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ് മഞ്ജു വാര്യർ. എനിക്ക് പിന്നീട് മനസ്സിലായത് ഇയാളാണ് അതിന്റെ സൂത്രധാരൻ. ഇവിടെ ഇങ്ങനെ തടവിൽ വെച്ചിരിക്കുന്നതിന്റെ സൂത്രധാരൻ ഇയാളാണ്.
ഇയാൾക്ക് എല്ലാ മേഖലകളിലും പിടിപാടുണ്ട്. കോടതിയിലും പോലീസിലും ഭരണകൂടത്തിലും ഒക്കെ ഇയാൾക്ക് പിടിപാടുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ ജീവിതം അപകടത്തിലാണെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായി. അങ്ങനെ ആ സമയത്ത് ഞാൻ രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി. ആദ്യം ഫേസ്ബുക്കിൽ ഇവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാനൊരു പോസ്റ്റ് എഴുതുന്നത്. എല്ലാ പത്രങ്ങളും അത് ക്യാരി ചെയ്തു എന്ന് നാഷണൽ മീഡിയ വരെ അതെല്ലാം റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വാർത്ത ചാനലിൽ നിൽക്കുന്നു. ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല. ഞാൻ ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമില്ല എന്നുണ്ടെങ്കിൽ അവർ എന്നെ വിളിച്ച് പറയണ്ടേ ഒന്നുമില്ല എന്ന്. 2022 മെയ് 4-ാം തീയതി ഞാൻ ചീഫ് ജസ്റ്റിസിന് രാഷ്ട്രപതിക്കും കത്തെഴുതിയതിന്റെ പിറ്റേ ദിവസമാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അന്ന് രാത്രി എനിക്കെതിരെ ഒരു കള്ളപ്പരാതി ഉണ്ടാകുന്നു. ആ പരാതി ഇപ്പോഴും ജനുവിനാണോ എന്നൊന്നും എനിക്കറിയില്ല. അല്ല എന്നാണ് മഞ്ജു വാര്യർ പിന്നീട് പറഞ്ഞത്. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാം അറിയാലോ. അറസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ നടു റോഡിലൊക്കെ ഇട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരു ഭീകരനെ പിടിക്കുന്ന പോലെയാണ് എന്നെ അവർ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ എൻ്റെ ജീവിതം മുഴുവനായി തകർക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു മഞ്ജു വാര്യർ ആദ്യം. കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു മാനസികമായിട്ടൊരു ഐക്യം ഉള്ളതുപോലെ, പല കാര്യങ്ങളിലും ഒരു അഭിപ്രായം ഉള്ളതുപോലെ തോന്നി. എനിക്ക് നിങ്ങളോട് ഒരു താല്പര്യമുണ്ട്, സ്പിരിച്വൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സനൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാളെന്ന് ഒന്നുകിൽ ഇഷ്ടമല്ല എന്ന് അവർക്ക് പറയണമായിരുന്നു. പിന്നീട് ഞാനത് നിർത്തി, അതേപ്പറ്റി സംസാരിച്ചിട്ടില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് സംസാരിച്ചത്. അവർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. അവരെ പറ്റിയുള്ള ഇമേജ് പതിയെ ഇല്ലാതായി. അവർ ഇങ്ങനെയല്ല, ഇവർ വേറൊരു തരത്തിലാണ് അഭിനയിക്കുകയാണ്, അവരെ ഇങ്ങനെ വേറെ ആരുടെയോ താല്പര്യത്തിന് അനുസരിച്ച് വേഷം കെട്ടിച്ച് നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഇവരോടത് സംസാരിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത് അവർ ഒരു തടവിലാണെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കൂട്ടിലടച്ച ജീവിയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് തുറന്നു പറയുന്നത്. അത് തുറന്നു പറയുമ്പോഴും അപ്പോഴും അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ അപ്പോഴും അത് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. അങ്ങനെ അവർ ആ സമയത്തൊന്നും എന്നോട് ഇങ്ങനെ പ്രേമമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ കേസ് ഉണ്ടായതിനു ശേഷം എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എൻ്റെ ഫോണൊക്കെ ഹാക്കായി. ഞാൻ ഇവിടുന്ന് അമേരിക്കയിൽ പോയപ്പോൾ എന്നെ അവർ വിളിച്ചു. എന്നോട് പറഞ്ഞ സംഭവമാണ്, അവർക്ക് എന്നോട് പ്രേമമുണ്ട്, പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം കൊല്ലപ്പെടും. അവർ മാത്രമല്ല, അവരുടെ മകളും പിന്നെ അവരുടെ ഫാമിലി വീട്ടുകാർക്കൊക്കെ അപകടത്തിലാണ്. ഇവരെ പ്രേമിക്കുന്നു എന്നോ കല്യാണം കഴിച്ചു തരണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ നിരീക്ഷണത്തിൽ ഈ സ്ത്രീ ഒരാളുടെ തടവിലാണ്, കുറച്ചുപേരുടെ തടവിലാണ്, ഇവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപ്പറ്റി അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ മൊഴി എടുക്കണം, എൻ്റെ മൊഴി എടുക്കണം, ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കണം. എന്നാൽ ഒരു തരത്തിലും അന്വേഷണം നടന്നില്ല. അതിന് പകരം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ്, കൊല്ലാൻ ശ്രമിക്കുകയാണ്, എന്നെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്കെതിരെയുള്ള അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, എനിക്ക് മീഡിയ സ്പേസ് തരാതിരിക്കുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മാഫിയ, ഒരു പ്രോഗ്രാമിംഗ് ആണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു സ്ത്രീ അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അവരുടെ മകൾ കൊല്ലപ്പെടുമെന്നും ഒക്കെ പറയുന്നു. എന്നോട് സംസാരിച്ചാൽ കൊല്ലപ്പെടുമെന്ന് പറയുന്നു. ഞാൻ അമേരിക്കയിൽ പോകുന്നു, പിന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഞങ്ങൾ 18 വയസ്സുള്ള കൗമാരക്കാർ ഒന്നുമല്ല, 50 വയസ്സിന് അടുത്തവരാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നടി മഞ്ജു വാര്യരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.